നമസ്കാരം. എഡ്യൂസോൺ ലേണിംഗ് ആപ്പിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് വന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരു മരത്തിന്റെ ശിഖരങ്ങളോട് സാദൃശ്യമുള്ള നീരൊഴുക്ക് മാതൃക ഏതാണെന്ന്. അതിന്റെ ഉത്തരം വൃക്ഷാകാര നീരൊഴുക്ക് മാതൃക എന്നാണ്, അല്ലെങ്കിൽ ശിഖരാകൃതി നീരൊഴുക്ക് മാതൃക എന്നാണ്. കഴിഞ്ഞ പ്രിലിംസിന് വന്നൊരു ചോദ്യമാണ്. നമുക്കത് +1 ജിയോളജി പുസ്തകത്തിലാണ് ആ ഒരു ഏരിയ പറയുന്നത്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. നീരൊഴുക്ക് വിന്യാസം അഥവാ ഡെൻഡ്രിറ്റിക് പാറ്റേൺ, അല്ലെ ഡെൻഡ്രിറ്റിക് ഡ്രെയിനേജ് പാറ്റേൺ അഥവാ വൃക്ഷാകാര നീരൊഴുക്ക് വിന്യാസം, അല്ലെ അതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ശിഖരാകൃതി നീരൊഴുക്ക് വിന്യാസം എന്ന് പറയുക. ഒരു നദിയും അതിന്റെ പോഷകനദികളും ചേരുമ്പോൾ ഒരു മരത്തിന്റെ ശിഖരങ്ങളോട് എന്തുണ്ടാകും? സാദൃശ്യം ഉണ്ടാകും. ഇത്തരം നീരൊഴുക്ക് മാതൃകകളെയാണ് നമ്മൾ ശിഖരാകൃതി നീരൊഴുക്ക് മാതൃക അഥവാ വൃക്ഷാകാര നീരൊഴുക്ക് മാതൃക അഥവാ ഡെൻഡ്രിറ്റിക് ഡ്രെയിനേജ് പാറ്റേൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു നദിയും അതിന്റെ പോഷക നദികളും ചേരുമ്പോൾ എന്തുണ്ടാകുന്നു? ഒരു മരത്തിന്റെ ശിഖരങ്ങളോട് എന്തുണ്ടാകും? സാദൃശ്യം ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു മരവും അതിന്റെ ശിഖരങ്ങൾ പോലെ നമുക്ക് തോന്നാം. അത്തരം നീരൊഴുക്ക് വിന്യാസത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് ഡെൻഡ്രിറ്റിക് പാറ്റേൺ അഥവാ വൃക്ഷാകാര നീരൊഴുക്ക് വിന്യാസം. അടുത്ത വിന്യാസമാണ് അപകേന്ദ്രീകൃത നീരൊഴുക്ക് വിന്യാസം അഥവാ റേഡിയൽ ഡ്രെയിനേജ് പാറ്റേൺ. റേഡിയൽ ഡ്രെയിനേജ് പാറ്റേൺ അഥവാ അപകേന്ദ്രീകൃത നീരൊഴുക്ക് വിന്യാസം. അതായത് ഒരു ഉയർന്ന പ്രദേശം, ഒരു കുന്നിൻ മുകളിൽ നിന്നും നദികൾ ഉത്ഭവിച്ച് വിവിധ ദിശകളിലേക്ക് ഒഴുകുന്നു. ഒരു കുന്നിന്റെ മുകളിൽ നിന്നും നദികൾ ഉത്ഭവിച്ച് വിവിധ ദിശകളിലേക്ക് ഒഴുകുന്ന നദീവിന്യാസത്തെ വിളിക്കുന്ന പേരാണെന്ത്? അപകേന്ദ്രീകൃത നീരൊഴുക്ക് വിന്യാസം. അപകേന്ദ്രീകൃത നീരൊഴുക്ക് വിന്യാസം അഥവാ റേഡിയൽ ഡ്രെയിനേജ് പാറ്റേൺ. അടുത്തതാണ് ചതുരാകാര നീരൊഴുക്ക് വിന്യാസം അഥവാ റെക്ടാങ്കുലർ ഡ്രെയിനേജ് പാറ്റേൺ. ചതുരാകാര നീരൊഴുക്ക് വിന്യാസം അഥവാ റെക്ടാങ്കുലർ ഡ്രെയിനേജ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാന നദിയിലേക്ക് അതിന്റെ പോഷക നദികൾ 90 ഡിഗ്രി കോണീയമായി വന്ന് പതിക്കുമ്പോൾ രൂപം കൊള്ളുന്ന നീരൊഴുക്ക് വിന്യാസമാണ് ചതുരാകാര നീരൊഴുക്ക് വിന്യാസം അഥവാ റെക്ടാങ്കുലർ ഡ്രെയിനേജ് പാറ്റേൺ. ഒരു നദിയിലേക്ക് അതിന്റെ പോഷക നദികൾ 90 ഡിഗ്രി കോണീയമായി വന്ന് പതിക്കുമ്പോൾ, ഒരു നദിയിലേക്ക് അതിന്റെ പോഷക നദികൾ 90 ഡിഗ്രി കോണീയമായി വന്ന് പതിക്കുമ്പോൾ അവിടങ്ങളിൽ രൂപം കൊള്ളുന്ന നീരൊഴുക്ക് വിന്യാസത്തെ വിശേഷിപ്പിക്കുന്ന പേരാണെന്ത്? ചതുരാകാര നീരൊഴുക്ക് വിന്യാസം അഥവാ റെക്ടാങ്കുലർ ഡ്രെയിനേജ് പാറ്റേൺ. അടുത്ത നീരൊഴുക്ക് വിന്യാസമാണ് ജാലിക നീരൊഴുക്ക് വിന്യാസം അഥവാ ട്രെല്ലിസ് പാറ്റേൺ. ട്രെല്ലിസ് ഡ്രെയിനേജ് പാറ്റേൺ അഥവാ ജാലിക നീരൊഴുക്ക് വിന്യാസം. ഒരു പ്രധാന നദിയിലേക്ക് മറ്റ് ചെറുനദികൾ വന്ന് പതിക്കുമ്പോൾ നദീവ്യൂഹങ്ങൾ ചില ജാലികകൾ അല്ലെങ്കിൽ ചില കളങ്ങളായി തോന്നും. അത്തരം നദീവിന്യാസങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ജാലിക നദീവ്യൂഹങ്ങൾ അഥവാ ട്രെല്ലിസ് പാറ്റേൺ. ഒരു നദിയിലേക്ക് മറ്റു ചെറുനദികൾ വന്ന് ചേരുമ്പോൾ ചില ജാലികകൾ പോലെ എന്ത് ചെയ്യും? രൂപം കൊള്ളും. ജാലികകൾ എന്ന് പറഞ്ഞാൽ ചില കളങ്ങൾ പോലെ എന്ത് ചെയ്യും? രൂപം കൊള്ളും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ജാലിക നീരൊഴുക്ക് വിന്യാസം അഥവാ ട്രെല്ലിസ് ഡ്രെയിനേജ് പാറ്റേൺ. അടുത്താണ് സമാന്തരീയ നീരൊഴുക്ക് വിന്യാസം അഥവാ പാരലൽ ഡ്രെയിനേജ് പാറ്റേൺ. സമാന്തരീയ നീരൊഴുക്ക് വിന്യാസം അഥവാ പാരലൽ ഡ്രെയിനേജ് പാറ്റേൺ. അതായത് ഒരു നദിയും അതിന്റെ പോഷക നദികളും സമാന്തരമായി ഒഴുകിപ്പോകും. ഒരു നദിയും അതിന്റെ പോഷക നദികളും സമാന്തരമായി ഒഴുകിപ്പോകുമ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്നതാണ് സമാന്തരീയ നീരൊഴുക്ക് വിന്യാസം അഥവാ പാരലൽ ഡ്രെയിനേജ് പാറ്റേൺ. അടുത്താണ് വലയിത നീരൊഴുക്ക് വിന്യാസം അല്ലെങ്കിൽ ആനുലാർ ഡ്രെയിനേജ് പാറ്റേൺ. വലയിത നീരൊഴുക്ക് വിന്യാസം അഥവാ ആനുലാർ ഡ്രെയിനേജ് പാറ്റേൺ. വലയിത നീരൊഴുക്ക് വിന്യാസം അഥവാ ആനുലാർ ഡ്രെയിനേജ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നദിയും അതിന്റെ പോഷക നദികളും ചേരുമ്പോൾ വൃത്താകൃതിയിലോ വളയാകൃതിയിലോ കാണപ്പെടുകയാണെങ്കിൽ അത്തരം നദീവിന്യാസങ്ങളെ വിളിക്കുന്ന പേരാണ് വലയിത നീരൊഴുക്ക് വിന്യാസം അല്ലെങ്കിൽ ആനുലാർ ഡ്രെയിനേജ് പാറ്റേൺ എന്ന് പറയുക. ഒരു നദിയോ അല്ലെങ്കിൽ അതിന്റെ പോഷക നദികളും ചേരുമ്പോൾ വൃത്താകൃതിയിലോ വളയാകൃതിയിലോ കാണപ്പെടുന്നുണ്ടെങ്കിൽ അവയെ വിശേഷിപ്പിക്കുന്ന പേരാണെന്ത്? ആനുലാർ ഡ്രെയിനേജ് പാറ്റേൺ. അടുത്താണ് ഡിറേജ്ഡ് ഡ്രെയിനേജ് ബേസിൻ. ഡിറേജ്ഡ് ഡ്രെയിനേജ് ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിലവിൽ ഒരു നിയതമായ ഘടനയോ രൂപമോ ഒന്നും കൈവരിക്കാതെ ഒരു പരന്നോ അല്ലെ വിശാലമായ പ്രദേശത്തോടെ പരന്നൊക്കെ ഒഴുകുന്ന നദീവിന്യാസങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ഡിറേജ്ഡ് ഡ്രെയിനേജ് പാറ്റേൺ അല്ലെങ്കിൽ ഡിറേജ്ഡ് നീരൊഴുക്ക് വിന്യാസം എന്ന് വിശേഷിപ്പിക്കുന്നത്.
ഒരു പ്രത്യേക ആകൃതിയോ ഘടനയോ ഒന്നും കൈവരിക്കാത്ത നദീവ്യൂഹങ്ങളെ വിശേഷിപ്പിക്കുന്ന പേരാണെന്ത്? ഡിറേജ്ഡ് നദീവ്യൂഹം അല്ലെ നീരൊഴുക്ക് വിന്യാസം അല്ലെങ്കിൽ ഡിറേജ്ഡ് ഡ്രെയിനേജ് പാറ്റേൺ. നദീവ്യൂഹങ്ങൾ അല്ലെങ്കിൽ അരുവികൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഏരിയ തന്നെ PSC ക്ക് പഠിക്കാനുള്ളതാണ്. അതായത് നദികളുടെ ഘടനയുണ്ട്, നദികളുടെ ഒഴുകുന്ന പ്രദേശം അനുസരിച്ച് ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം, നദികളുടെ പ്രായം അനുസരിച്ച് യൗവനം, മധ്യഘട്ടം, വാർദ്ധക്യം. പിന്നെ നദികളുടെ വർഗീകരണമുണ്ട്. അനവരത നദികള്, കാലിക നദികള്, ക്ഷണിക നദികള് എന്നൊക്കെ പറഞ്ഞ നദികളുടെ വർഗീകരണങ്ങളുണ്ട്. ഇവയെ പറ്റിയുള്ള വിശദമായ ക്ലാസ് എഡ്യൂസോൺ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. വിശദമായ ക്ലാസ് ആവശ്യമുള്ളവർ എഡ്യൂസോൺ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സിൽ ജോയിൻ ചെയ്യുക.